2025 ജൂലൈ 5-ാം തീയതി ചന്ദ്രിക വാരാന്ത പതിപ്പിലൂടെ ഒരു കൃതി പുറത്തിറങ്ങുന്നുണ്ട്. അതിലൂടെ കമാൽ എന്ന് പറയപ്പെടുന്ന ഒരു സാഹിത്യ ലോകം അവിടെ രൂപാന്തരപ്പെടുന്നുണ്ട്. സത്യത്തിൽ എന്താണ് ഈ കമാൽ? ആരാണ് കമാൽ? എന്താണ് ഓട്ടോമൻ സാമ്രാജ്യത്തിന് അന്ന് സംഭവിച്ച കഥകൾ? വർഷങ്ങൾക്കിപ്പുറം ഇന്ന് 1925 നടന്ന ആ ചരിത്ര മുഹൂർത്തങ്ങളെല്ലാം പിന്നീട് ഇപ്പോൾ ചർച്ച ചെയ്യാനുണ്ടാകുന്ന കാരണങ്ങൾ എന്താണ്? ഇതേക്കുറിച്ചൊക്കെയാണ് ഈ വാരാന്ത്യ പതിപ്പിലൂടെ ലോക സമൂഹത്തിന് നൽകുന്നത്. ഈ ബഷീറിൻ്റെ കൃതി പുറത്തിറങ്ങുന്നത് വലിയൊരു ചരിത്ര ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അബ്ദുറഹ്മാൻ മങ്ങോട് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി നടത്തിയ ചരിത്ര ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു പുസ്തകം കിട്ടുന്നത്. അദ്ദേഹം തൻ്റെ പുരാവസ്തു രേഖകളിലേക്ക് നടത്തുന്ന പ്രയാണത്തിനിടെയാണ് ഈ പുസ്തകം കിട്ടുന്നത്. ഈ പുസ്തകം കിട്ടുമ്പോൾ അതിൽ എഴുതി വച്ചിരിക്കുന്നത് മിസ്റ്റർ മുഹമ്മദ് ബഷീർ എന്നതാണ്. പെട്ടെന്ന് ആരാണ് ഈ മുഹമ്മദ് ബഷീർ എന്നെല്ലാം കണ്ടെത്താൻ അധികം സമയമെടുക്കുന്നില്ല. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന തൂലിക നാമത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് 1939 എറണാകുളത്തെ ശിവരാമൻ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമായിട്ടാണ്, ഒരു കൃതിയായിട്ടാണ് ഈ കമാൽ ഈ ലോകത്തേക്ക് വരുന്നത്. ഈ കമാൽ എന്ന് പറയപ്പെടുന്നത് അക്കാലഘട്ടത്ത് അദ്ദേഹത്തിൻ്റെ 31-ാം വയസ്സിൽ, അതായത് രക്തത്തിനെല്ലാം ചോരക്കെല്ലാം കുറച്ച് തുടിപ്പ് ഏറുന്ന സമയത്താണ് അദ്ദേഹം ഇത്തരത്തിലുള്ള രചന നടത്തുന്നത്. അതായത് യഥാർത്ഥത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം അന്നത്തെ തുർക്കി സുൽത്താനേറ്റ് നിലംപരിശായിരിക്കുന്ന ഒരു സമയത്ത് നിന്നും അവിടെ നിന്ന് തുർക്കിക്ക് വേണ്ടി, തുർക്കി സാമ്രാജ്യത്തെ പോരാട്ടത്തിന് വേണ്ടി പൊരുതി നേടിയിരുന്ന ഒരു വ്യക്തി കമാൽ. അദ്ദേഹത്തിൻ്റെ ജീവിത കഥകൾക്ക് അത് ഒരു ആവേശം പകരാനായിരിക്കണം വൈക്കം മുഹമ്മദ് ബഷീർ അത്തരം ഒരു കൃതി രചിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം അന്നത്തെ ഇന്ത്യയുടെ ഒരു സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് ഇന്ത്യൻ ദേശീയതയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് അധിനിവേശ ഭീകരർ നടത്തുന്ന പ്രക്ഷുബ്ധമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഇവിടെ നിൽക്കുന്നു. അതേ ഒരു സമയത്ത് യൗവനത്തിൽ നിൽക്കുന്ന ബഷീർ എഴുതുന്ന ഒരു കൃതിയായിട്ടാണ് ഈ കമാലിനെ നമുക്ക് കാണാൻ സാധ്യമാവുക. കമാലിലൂടെ പറഞ്ഞു വെക്കുന്ന ഒരുപാട് കാര്യമുണ്ട്. അബ്ദുൽ ഹമീദ് എന്ന് പറയപ്പെടുന്ന ആ തുർക്കി സുൽത്താനെതിരെ അദ്ദേഹം വലിയ തോതിൽ, അതായത് ബഷീർ വലിയ തോതിൽ അദ്ദേഹത്തെ നിരാകരിച്ച് കമാൽ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയെ നല്ല രീതിയിൽ ന്യായീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണമായിക്കൊണ്ട് അദ്ദേഹം പറയുന്നതെല്ലാം ഇത്തരത്തിൽ സാമ്രാജ്യത്വ പോരാട്ട ശക്തികൾ തുർക്കിയിൽ അധിനിവേശം നടത്തുന്ന സമയത്ത് അദ്ദേഹം കയ്യും കെട്ടി അവിടെ നോക്കിയിരുന്നു എന്ന കാര്യങ്ങളെല്ലാമാണ് പറയുന്നത്. അദ്ദേഹം അവിടെ സുഖലോലുപതയായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു എന്ന കാര്യമാണ് പറഞ്ഞിരുന്നത്. ഈജിപ്തിൽ ലഭിച്ചിട്ടുണ്ടാകുന്ന സഹായങ്ങൾ തനിക്കും ലഭിക്കുമെന്ന് കരുതി അവിടെ നിലനിന്നിരുന്നു എന്ന രീതിയിലൊക്കെയാണ് അവിടെ പറയുന്നത്. ലോകമഹായുദ്ധത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ജർമ്മനിക്കൊപ്പം നിന്ന് തുർക്കികൾക്കേറ്റ പരാജയത്തിന് വലിയ കാരണക്കാരൻ ഇത്തരത്തിൽ ഈ അബ്ദുൽ ഹമീദാണെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഒരു യുവ തുർക്കി എന്ന തരത്തിലെല്ലാം കമാലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു യുവ തുർക്കികൾ അവിടെ നേതൃത്വത്തിലേക്ക് വരുന്നുണ്ട്. അവർ ഉന്നയിക്കുന്ന 2 ആശയങ്ങളുണ്ട്. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ലോകമഹായുദ്ധത്തിൽ തുർക്കിയെ പരാജയപ്പെടുത്തി തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ അപമാനങ്ങളും നാണക്കേടുകളും നടത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഈ അബ്ദുൽ ഹമീദാണ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ള കാര്യം, ഈ അബ്ദുൽ ഹമീദ് ഒന്നും തന്നെ തുർക്കികൾക്കും വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇനി ഇവിടെ വലിയ തോതിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അരങ്ങേറാനുണ്ട് എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അതിലൂടെ എല്ലാം എഴുതി വച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന വ്യക്തി നല്ല രീതിയിൽ ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത്യധികം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായി. അബ്ദുൽ ഹമീദ് എന്ന വ്യക്തി ജൂതരാഷ്ട്രം തങ്ങൾക്ക് കീഴിലായിട്ട് നിർവഹിക്കപ്പെടുകയാണെങ്കിൽ, തങ്ങളുടെ മണ്ണ് അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കപ്പെടുകയാണെങ്കിൽ അതൊരിക്കലും പാടില്ല എന്ന തരത്തിലായിരുന്നു അദ്ദേഹം അവിടുന്ന് കൊട്ടിഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെല്ലാം ജൂതരാഷ്ട്രത്തിനെതിരെ വലിയ തോതിലുള്ള വാക്കുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനെ അത്രത്തോളം എതിർത്തു നിന്നു. പക്ഷേ ഇത്തരത്തിൽ തുർക്കികൾ
വലിയ രീതിയിൽ പരാജയപ്പെടുന്ന സമയത്ത്, അതായത് അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം നാണക്കേടിലേക്ക് നീങ്ങിയിരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ഒരു പോരാട്ടത്തിൻ്റെ ഒരു ബോധം നൽകിയിരുന്നത് കമാൽ പാഷയായിരുന്നു. 1923 അവിടെ ഒരു അസംബ്ലി രൂപീകരിക്കപ്പെടുകയും അതിൻ്റെ പ്രസിഡന്റായിട്ട് ഈ കമാലിനെ അവിടെ വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവിടെ നിന്നും 1924 ഇത്തരത്തിൽ അവിടുത്തെ രാജാവായിരുന്ന മുഹമ്മദ് ആറാമൻ, അവിടുത്തെ സുൽത്താനായിരുന്ന മുഹമ്മദ് ആറാമനെ അവിടെ നിന്നും നാട് കടത്തി വിടുന്നുണ്ട്. അത്തരത്തിൽ അവിടെ നിന്നും തുർക്കി സുൽത്താനേറ്റിനെ പൂർണ്ണമായിട്ടും, തുർക്കി ഖിലാഫത്തിനെ അവിടുന്ന് പൂർണ്ണമായിട്ടും തുരത്തി ഓടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഒരു പക്ഷേ അവിടെ കൂടിയിരുന്ന ആ സമിതി, ആ ഒരു ഗ്രാൻഡ് അസംബ്ലി സമിതി അദ്ദേഹത്തിന് നൽകിയിരുന്ന ആ ഒരു സപ്പോർട്ടായിരിക്കാം അതിനുള്ള കാരണം. പക്ഷേ പിന്നീട് അവിടുന്ന് ഉള്ള വലിയൊരു ജനക്കൂട്ടം അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അറബി ഭാഷയിൽ നിന്നും ലാറ്റിനിലേക്ക് മാറ്റുന്നത്, തുർക്കികളുടെ ആ ഒരു തൊപ്പിയെല്ലാം ഒഴിവാക്കി ഹാറ്റ് എടുക്കുന്നത്, അത്തരത്തിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങളെല്ലാം അവിടേക്ക് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നിന്നിരുന്ന ഒരു തുർക്കി സാമ്രാജ്യത്തിൻ്റെ യാഥാർത്ഥ്യമായിട്ടുണ്ടായിരുന്ന അവരുടെ പഴയ കാലത്തുണ്ടായിരുന്ന ട്രഡീഷണൽ മൂല്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വലിയ രീതിയിൽ അവിടെ ആദർശവും എല്ലാം മാറുന്ന ഒരു സാഹചര്യമാണ് കണ്ടെടുക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് ഈ ബഷീറിൻ്റെ കൃതിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ബഷീർ കമാൽ അത്താതുർക്കിനെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഗാസി കമാൽ പാഷ അത്താതുർക്ക് എന്ന് പറയപ്പെടുന്ന ഒരു സൈനിക നേതാവിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. തൻ്റെ യൗവന കാലഘട്ടത്ത് ചോരത്തുടിപ്പെല്ലാം ഉയർന്നു നിൽക്കുന്ന സമയത്ത്, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളെല്ലാം പരക്കെ നാടുവാഴുന്ന സമയത്ത് ഇത്തരത്തിൽ തനിക്ക് അനുകൂലിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിക്കൊണ്ടാണ് കമാൽ എന്ന് പറയപ്പെടുന്ന കൃതി ബഷീർ എഴുതുന്നത്. പിന്നീട് ബഷീറിൻ്റെ ഒട്ടുമിക്ക കൃതികളും പ്രചാരണത്തിൽ ഇറങ്ങുമ്പോൾ എന്തുകൊണ്ട് കമാൽ എന്ന കൃതി അപ്രത്യക്ഷമായി എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതിനുള്ള ഉത്തരം വ്യത്യസ്ത തരത്തിലാണ്. ഈ അബ്ദുറഹ്മാൻ മങ്ങോട്ടാണെങ്കിലും ഇതിനെക്കുറിച്ച് സാഹിത്യ ലോകവുമൊക്കെ ചർച്ച ചെയ്യുന്നത് വ്യത്യസ്ത രീതികളായിട്ടാണ്. ഒന്നാമതായി പറയപ്പെടുന്നത്, ഈ എറണാകുളത്ത് നിന്നും പ്രസാദനം ചെയ്ത ആ പ്രസാധകൻ വളരെ കുറച്ചായിരിക്കാം പ്രസാദനം ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്ത്, തൻ്റെ യൗവന കാലഘട്ടത്ത് താൻ എഴുതിയിട്ടുണ്ടായിരുന്ന വരികളിൽ എന്തൊക്കെയോ അർത്ഥശങ്കകൾക്ക് ഇടവരുത്തിയിട്ടുണ്ടാകാം. അതായിരിക്കണം അദ്ദേഹം ഈ കമാലിനെ തൻ്റെ പുസ്തക കെട്ടുകളിൽ നിന്ന് ഒഴിവാക്കാനുണ്ടായ കാരണം. അല്ലെങ്കിൽ അദ്ദേഹം പിന്നീട് തൻ്റെ ആദർശത്തിൽ വന്ന മാറ്റങ്ങളിൽ ഒരിക്കലും കമാലിനെ സപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലുണ്ടാവാനായിരിക്കാം കാരണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇന്ന് സാഹിത്യ ലോകം ഈ 2025 ഈ ജൂലൈ 5 ഇറങ്ങിയ ഈ ചന്ദ്രിക വാരാന്ത പതിപ്പിനെ കുറിച്ച് വ്യത്യസ്ത രീതിയിലേക്ക് ചർച്ചകളെല്ലാം മുന്നോട്ട് നീങ്ങുന്നുണ്ട്. നമ്മൾ ഈ ഒരു കാര്യമെല്ലാം പറഞ്ഞു വെക്കുമ്പോഴും സുൽത്താൻ ഹമീദിനെ, അബ്ദുൽ ഹമീദ് രണ്ടാമൻ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ബഷീർ എതിർക്കുമ്പോഴും കമാൽ അത്താതുർക്കിനെ ആ ഒരു കുടുംബ പേരിലൂടെ മഹിതമായിട്ട് വരുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുമ്പോഴും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധ്യമാക്കും. രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ ബഷീർ വലിയ തോതിൽ അതിനെല്ലാം ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആണ് അദ്ദേഹം ഇത്തരത്തിലുള്ള കമാൽ എന്ന കൃതി എഴുതുന്നത് എന്നതാണ്.